noon session starting. Resistance. Enter, change the pair and repeat. എപ്പോൾ വേണമെങ്കിലും മൈൻഡ് ട്രിഗർ ആവാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ഫോക്കസിൽ ട്രേഡ് ചെയ്യുക. മൈൻഡ് എപ്പോൾ വേണമെങ്കിലും റിവഞ്ച് ആക്റ്റീവായി ട്രിഗറായി ഓവർ ലോഡ്സൊക്കെ എടുക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 എൻട്രി ഒരു പെയറിലെടുത്ത് അത് ലോസ് വന്നു കഴിഞ്ഞാൽ പെയർ ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ ഈ ട്രേഡ് എടുക്കാൻ കാരണം ഒന്ന് ആ റെഡ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അതിന് ശേഷം ഒരു വിക്കും കൂടി വന്നുകൊണ്ടാണ് എടുത്തത്. 2 എൻട്രി ചെയ്തു. റെസിസ്റ്റൻസ് ഇവിടെയാണ്. ഓൾറെഡി ഓവർലോഡാണത്. ഓക്കെ, അപ്പോൾ 8 ട്രേഡോളം ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. മേ ബി ഇത് ബയേഴ്സ് വന്നതാവും, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഓവർലോഡ് എടുത്ത് കൂടിപ്പോകുന്നുണ്ട്. കൈവിട്ട് പോയി, റിവഞ്ച് ആക്റ്റീവായി. ഓക്കെ, പ്രോഫിറ്റായി. പക്ഷെ അത് റിസ്കി ട്രേഡായിരുന്നു. പിന്നെ അങ്ങനെ അത്രയും എടുക്കാൻ കാരണം ഇത് ഭയങ്കര നമുക്ക് ഒട്ടും ഓക്കെ ഇല്ലാത്ത കുറച്ച് ക്യാൻഡിൽസ് വന്ന പോലെ തോന്നി പെട്ടെന്ന്. പക്ഷെ ഭയങ്കര റിസ്കി ആട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഈ ഫേക്ക് ബയേഴ്സൊക്കെ വരുന്നത്. ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാം. വലിയ ബിഗ് എമൗണ്ട് ഇറക്കാൻ പറ്റിയ മാർക്കറ്റ് മൂവേഴ്സ് ആയിരിക്കും നമുക്ക്. അപ്പം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എൻട്രി എടുത്തു. വേറൊന്നുമില്ല, ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തേക്കാണ്. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ആ ഗ്രീൻ ക്യാൻഡിന് ശേഷം താഴേക്ക് വരേണ്ടതാണ്. അപ്പോൾ വന്നില്ല, വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നില്ലേ, ആ ഭാഗത്തുനിന്നൊരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. അത് എവിടെ ഇരിക്കും എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇതേ കണ്ട ഇവിടെ റെസിസ്റ്റൻസ് ആണത്, അതിനെ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഓക്കെ, 2 എൻട്രി നടത്തി. നമുക്കിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഇതിന് മുന്നത്തെ പെയറിൽ ചെയ്തപ്പോൾ കൈവിട്ട് പോയി ഒരുപാട് എൻട്രീസ് നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെയും ലോട്ട്സ് ഓഫ് എൻട്രീസ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ കറണ്ട് എൻട്രിയിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്.
അതായത് മൈൻഡിൽ റിവഞ്ച് ആക്റ്റീവാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഇവിടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എൻട്രി ചെയ്തു. ഇപ്പോൾ റാൻഡം എൻട്രി ആയിരുന്നു, പ്രത്യേകിച്ച് സിഗ്നലൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, വേറെ പേര് നോക്കാം. നമ്മളിപ്പോൾ ഈ സെഷൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇന്നിത്തിരി ഫോക്കസ് കുറവാണെന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ഇവിടെ സപ്പോർട്ടുള്ളത് എൻട്രി ചെയ്തു. എർലി എൻട്രി ആണ് ഇവിടെ. നമുക്ക് ഇതൊരു റെഡ് ഡോജി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വേണമെങ്കിൽ എൻട്രി ചെയ്യാം. സപ്പോർട്ടിൽ ബൈ ചെയ്യായിരുന്നു, അത് കണ്ടില്ല. ഇതെന്തായാലും റിസൾട്ട് ഒന്ന് നോക്കിയേക്കാട്ടോ. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു സെല്ലിങ് ആയിരുന്നില്ല. നമുക്ക് ഇപ്പം ചെയ്യാവുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. വേറെ പേര് നോക്കാം. ഫോക്കസ് പ്രോ 248 ആണ്. ഇങ്ങനെ മാത്രം ട്രേഡുകൾ എടുക്കുക. ഓക്കെ, അതിലേക്കുള്ള കഴിഞ്ഞ നേരത്തെ റിവഞ്ച് ആക്റ്റീവായ പോലെ ഞങ്ങൾ മൈൻഡ് കൈവിട്ട് പോകും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, സെല്ലിട്ടു. പക്ഷെ കുറച്ചുകൂടി മേളിലാണ് ഇവിടെ ഇരുന്ന് കിട്ടേണ്ടതേ, അത് കിട്ടിയില്ല. 2 സെല്ലിട്ടെ, ഒരെണ്ണം കൂടി ഇട്ട്. ആക്ച്വലി ഞാനിന്നിപ്പോൾ ചെയ്യുന്നത്, ഞാൻ നോർമലി ചെയ്യാറുള്ള കൂടുതലും സെല്ലിംഗ് ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടോ ഇപ്പോൾ പോകുന്നത് ആക്ച്വലി. അതായത് ബയേഴ്സാണ് ഇവിടെ കൂടുതൽ, ഇപ്പോൾ ശ്രദ്ധിക്കണം. 71%. ഞാനത് ശതമാനങ്ങളിൽ നോക്കി വെച്ചാൽ ഞാൻ ഈ ട്രേഡ് എടുക്കില്ലായിരുന്നു. Bad entries. സിംഗിൾ ട്രേഡ് എടുത്തോളൂ, വേറെ ഒന്നുമല്ല. നമ്മളുടെ എൻട്രീസ് അത്ര ഓക്കെ അല്ല ഈ സെഷനിൽ. ഇപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ എൻട്രി എടുത്തു വെച്ചെങ്കിൽ നേരത്തെ എടുത്ത ലോസ് കവർ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ലോസ് കവർ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന
എൻട്രീസിന് കറക്റ്റായിട്ട് പ്രോബബിലിറ്റി നമ്മളുടെ സൈഡിൽ കൂടുതൽ പെർസെൻറ്റേജ് വർക്കാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരുപാട് ലോട്ട് എടുക്കാതെ കുറഞ്ഞ ലോട്ട് എടുത്തിട്ട് ആ വിന്നിങ് പെർസെൻറ്റേജ് ഹൈ പെർസെൻറ്റേജിലോട്ട് തിരിച്ചു വരണം. എന്നിട്ട് മാത്രം ലോട്ട് കൂട്ടിയെടുക്കാം. ഈ സെഷനിൽ 5 മിനിറ്റ് കൂടിയുള്ളൂ. ഓക്കെ, അത് പ്രോഫിറ്റായി. ഒരു സെല്ലടിച്ചു എന്നുവെച്ചാൽ മേളിലോട്ട് കയറിപ്പോകണമെങ്കിൽ നേരത്തെ തന്നെ ഇതിനെ കയറിപ്പോവായിരുന്നു. അപ്പോൾ താഴേക്ക് ഓൾറെഡി അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തല്ലോ, അപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെല്ലടിച്ചതാണ്. ഇതും നമുക്ക് സിംഗിൾ ട്രേഡ് മതി, വെയിറ്റ് ചെയ്യാം. ഇന്ന് ഈ സെഷൻ തുടങ്ങിയപ്പോൾ ചെയ്ത മൾട്ടിപ്പിൾ ട്രേഡ്സ് ഉണ്ടല്ലോ, അത് ആക്ച്വലി കൈവിട്ട് പോയതാണ്. അത് ചേസിങ്ങാണ്, പെയർ ചേസിങ്ങാണ്, റിവഞ്ച് ആക്റ്റീവ് ആയതാണ്. അപ്പോൾ ഇത് പ്രോഫിറ്റായി. ആ ചേസിങ്ങും റിവഞ്ച് ആക്റ്റീവ് ആവുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ലോട്ട് ലിമിറ്റ്, അതായത് മാക്സിമം 10 എൻട്രി അറ്റ് എ ടൈം അങ്ങനെയുള്ള റൂളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മൾ അവിടെ എൻട്രി ചെയ്തത്. ലക്ക് ബൈ പ്രോഫിറ്റ്. ഒരു എൻട്രി നടത്തി, വേറെ ഒന്നുമില്ല. കുറച്ച് ബയേഴ്സൊന്നും മേളിലൊരു കൊണ്ടുപോയില്ലേ, ഇത്രയും വിക്ക് ഇങ്ങനെ കാണിച്ചുതരാം. വേണ്ട, ഇവിടെ വരെ കൊണ്ടുപോയതാണ്. അപ്പോൾ വീണ്ടും ഇവിടേക്ക് ചെല്ലാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയുകൊണ്ട് ആ ക്യാൻഡിൽ തീരുന്നതിന് മുന്നേ എൻട്രി നടത്തിയതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സിംഗിൾ ട്രേഡ് മതി, അവിടെ റിസ്ക് ചെയ്യാം. ഇവിടെ ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത് ഇങ്ങോട്ട് ക്യാൻഡിൽ വന്നു കഴിഞ്ഞൊരു സെല്ലടിക്കാം ഈ ഗ്രീൻ ലൈനിലേക്ക്. ഒന്നും ചെയ്യാനില്ല. ചെയ്യാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് ലൈനാണ്, അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓ, റിയലി ബാഡ് എൻട്രി. ഒരു തരത്തിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേ അല്ല ഇവിടെ പ്രൈസ് മൂവ് ചെയ്തത്. സിംഗിൾ ട്രേഡ് എടുത്തോളൂ. CNYയിൽ വേറെ ഒന്നുമില്ല അവിടെ ചെയ്യാൻ കാരണം. ഇത് 2 മിനിറ്റ് ട്രേഡ് ആയിരുന്നു. ഓൾറെഡി ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തല്ലോ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഗ്രീൻ വരുമെന്നാണ്. അപ്പോൾ അത് വന്നിട്ടില്ല. അതിനുശേഷം വീണ്ടും 2 റെഡും കൂടി വന്നുകൊണ്ട് ചെറിയൊരു വിക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ബയേഴ്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിൻ്റെ ട്രേഡ്. ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇല്ല, ഇവിടെ ഒന്നും എൻട്രി ഇല്ല, ഇവിടെ എൻട്രി ഇല്ല.
ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഡിസിഷൻ തെറ്റായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഹാമർ, ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിലോ അങ്ങനെ ഒരു സിഗ്നലില്ലാതെ ജസ്റ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് മാത്രം എടുത്തൊരു എൻട്രി അത് ലോസിൽ തന്നെ കലാശിച്ചു. പ്രത്യേകിച്ച് അത്ഭുതമൊന്നും അവിടെ സംഭവിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സെഷനിൽ കാണാം.